എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം റെഫ്രിജറേറ്ററിന്റെ ഇലക്ട്രിക്കൽ ഘടകങ്ങൾ എങ്ങനെ പരിശോധിച്ച് പുനഃസ്ഥാപിക്കാമെന്ന്. ലക്ഷ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും: 1. കറണ്ട് കോയിൽ റിലേ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും. 2. ഓവർലോഡ് പ്രൊട്ടക്ടർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും. 3. കംപ്രസർ വൈൻഡിങ്ങിന്റെ ഐഡന്റിഫിക്കേഷൻ. 4. കംപ്രസറിൽ ഷോർട്ട് സർക്യൂട്ട് ചെക്ക് ചെയ്യാൻ. 5. ഒരു ഡോർ സ്വിച്ചിന്റെ അവസ്ഥ ചെക്ക് ചെയ്യാൻ. തെർമോസ്റ്റാറ്റും കപ്പാസിറ്ററും ചെക്ക് ചെയ്യാൻ. ഈ പ്രാക്ടിക്കൽ ചെയ്യുവാൻ ആവശ്യമായ ടൂളുകളും മെറ്റീരിയലുകളും നമുക്ക് ശേഖരിക്കാം. സ്ക്രൂ ഡ്രൈവർ 10 മില്ലിമീറ്റർ, ടിപ്പ് 200 മില്ലിമീറ്റർ നീളം ഒരെണ്ണം. കട്ടിംഗ് പ്ലെയർ 200 മില്ലിമീറ്റർ നീളം ഒരെണ്ണം. ഇൻസുലേറ്റർ. നോസ് പ്ലെയർ ഒരെണ്ണം. ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ സെറ്റ് ഒരെണ്ണം. ഓം മീറ്റർ, മൾട്ടിമീറ്റർ ഒരെണ്ണം. ടെസ്റ്റ് ബോർഡ് വോൾട്ട് മീറ്ററും ആം മീറ്ററും ഫിറ്റ് ചെയ്തത് ഒരെണ്ണം. റെഫ്രിജറേഷൻ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായ എല്ലാ ഇലക്ട്രിക്കൽ ഘടകങ്ങളും ഒരെണ്ണം. കറണ്ട് കോയിൽ റിലേ ഒരെണ്ണം. OLP ഓവർലോഡ് പ്രൊട്ടക്ടർ ഒരെണ്ണം. 2 മീറ്റർ 1 സ്ക്വയർ മില്ലിമീറ്റർ ലീഡ് വയർ ആവശ്യമുള്ളത്ര. 2 മീറ്റർ വയർ ക്രോക്കഡൈൽ ക്ലിപ്പ് സഹിതം ആവശ്യമുള്ളത്ര. തെർമോസ്റ്റാറ്റ് ഒരെണ്ണം. കപ്പാസിറ്റർ ഒരെണ്ണം. ലൈൻ ടെസ്റ്റർ ഒരെണ്ണം. ടെസ്റ്റ് ലാമ്പ് ഒരെണ്ണം. ഇൻസുലേഷൻ ടേപ്പ് ഒരെണ്ണം. തെർമൽ ഫ്യൂസ്. ടൈമർ വിത്ത് മോട്ടോർ ടെർമിനൽ പിൻ ഫാൻ മോട്ടോർ. ഡീഫ്രോസ്റ്റ് ഹീറ്റർ. ഫാൻ മോട്ടോർ. ദ മേക്കർ. നടപടിക്രമം. ടാസ്ക് 1. കറന്റ് കോയിൽ റിലേ പരിശോധിക്കുക. സ്റ്റെപ്പ് 1. ഓം മീറ്ററിന്റെ സഹായത്താൽ 4നും 5നും ഇടയിലുള്ള കണ്ടിന്യൂവിറ്റി പരിശോധിക്കുക. സ്റ്റെപ്പ് 2. 1നും 2നും ഇടയിലെ കണ്ടിന്യൂവിറ്റി ശരിയാണെങ്കിൽ കറണ്ട് കോയിൽ റിലേയുടെ കോയിൽ കണ്ടിന്യൂവിറ്റി ശരിയാണ്. സാധാരണ അവസ്ഥ 4ഉം 5ഉം തുടരും. സ്റ്റെപ്പ് 3. 5നും 6നും ഇടയിലെ കണ്ടിന്യൂവിറ്റി പരിശോധിക്കുക. സാധാരണ അവസ്ഥ ഉപയോഗത്തിലില്ലാത്തപ്പോൾ 5ഉം 6ഉം ഓപ്പൺ. 5നും 6നും ഇടയിൽ കണ്ടിന്യൂവിറ്റി ഇല്ല എങ്കിൽ റിലേ ശരിയാണ്. സ്റ്റെപ്പ് 4. റിലേ അപ്സൈഡ് ഡൌണിൽ വയ്ക്കുക. 5നും 6നും ഇടയിലുള്ള കണ്ടിന്യൂവിറ്റി പരിശോധിക്കുക. കണ്ടിന്യൂവിറ്റി ഉണ്ടെങ്കിൽ റിലേ ശരിയാണ്. സ്റ്റെപ്പ് 5. അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. 2നും 3നും ഇടയിലെ കണ്ടിന്യൂവിറ്റി പരിശോധിക്കുക. കണ്ടിന്യൂവിറ്റി ഇല്ല എങ്കിൽ റിലേ ശരിയാണെന്ന് കണ്ടെത്താം. സ്റ്റെപ്പ് 6. പ്ലഞ്ചറിന്റെ ചലനം പരിശോധിച്ച് ശബ്ദം നിരീക്ഷിക്കുക. റിലേ തലകീഴായി സൂക്ഷിക്കുക. പ്ലഞ്ചർ മുകളിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാനാകും. സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക. പ്ലഞ്ചർ താഴേക്ക് വരുന്നു. നിങ്ങൾക്ക് ശബ്ദം കേൾക്കാം. ശബ്ദമില്ലെങ്കിൽ റിലേ തകരാറാണ്. റിലേ പ്ലഞ്ചർ പ്രവർത്തനം ശരിയല്ല. ടാസ്ക് 2. ഓവർലോഡ് പ്രൊട്ടക്ടർ പരിശോധിക്കുക. സ്റ്റെപ്പ് 1. 1നും 3നും ഇടയിലെ കണ്ടിന്യൂവിറ്റി പരിശോധിക്കുക. സ്റ്റെപ്പ് 2. 4നും 5നും ഇടയിലെ കണ്ടിന്യൂവിറ്റി ഓക്കെ ആണെങ്കിൽ ബൈമെറ്റൽ കോണ്ടാക്ട്സിന്റെ കണ്ടിന്യൂവിറ്റി ഓക്കെ ആണ്. സ്റ്റെപ്പ് 3. കണ്ടിന്യൂവിറ്റി ഇല്ല എങ്കിൽ ഓവർലോഡ് തകരാറാണ്. സ്റ്റെപ്പ് 4. ഡിസ്കിൽ തുരുമ്പ് പിടിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുതെന്ന് ഉപദേശിക്കുന്നു. ടാസ്ക് 3. ഓം മീറ്റർ, മൾട്ടിമീറ്റർ ഓഫ് ഫ്രാക്ഷൻ ഹോഴ്സ് പവർ ഹൈമാറ്റിക് കംപ്രഷനുള്ള കംപ്രസർ വൈൻഡിംഗ് ടെർമിനൽ പിന്നുകളുടെ തിരിച്ചറിയൽ. എക്സസൈസ് തുടങ്ങുന്നതിന് മുൻപ് ഇനി പറയുന്നവ ഓർമ്മിക്കുക. വൈൻഡിംഗ് ആരംഭിക്കുന്നതിനേക്കാൾ എല്ലായ്പ്പോഴും കുറവുള്ള വൈൻഡിംഗ് പ്രതിരോധം പ്രവർത്തിക്കുന്നു. വൈൻഡിംഗ് പ്രതിരോധം ആരംഭിക്കുന്നത് എല്ലായ്പ്പോഴും റണ്ണിംഗ് വൈൻഡിനേക്കാൾ ഉയർന്നതാണ്. റെസിസ്റ്റൻസ് ഓഫ് റണ്ണിന്റെയും സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് റെസിസ്റ്റൻസിന്റെയും സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് റെസിസ്റ്റൻസ്, റണ്ണിംഗ് വൈൻഡിംഗ് റെസിസ്റ്റൻസ് എന്നിവ പൊതുവായതിന് തുല്യമാണ്. സ്റ്റെപ്പ് 1. മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് മോഡിൽ സെറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 2. എയ്ക്കും സിക്കും ഇടയിലുള്ള റെസിസ്റ്റൻസ് അളക്കുക. 20 ഓംസ്. സ്റ്റെപ്പ് 3. ടാബുലേഷനിൽ മൂല്യം രേഖപ്പെടുത്തുക. സ്റ്റെപ്പ് 4. എയ്ക്കും ബിക്കും ഇടയിലുള്ള റെസിസ്റ്റൻസ് അളക്കുക. 40 ഓംസ്. സ്റ്റെപ്പ് 5. ടാബുലേഷനിൽ മൂല്യം രേഖപ്പെടുത്തുക. സ്റ്റെപ്പ് 6. സിക്കും ബിക്കും ഇടയിലുള്ള റെസിസ്റ്റൻസ് അളക്കുക. 60 ഓംസ്. സ്റ്റെപ്പ് 7. ടാബുലേഷനിൽ മൂല്യം രേഖപ്പെടുത്തുക. സ്റ്റെപ്പ് 8. ഐഡന്റിഫൈ ചെയ്ത എ ടെർമിനൽ പിൻ സാധാരണ ടെർമിനലായി മാറുന്നു. സ്റ്റെപ്പ് 9. ഐഡന്റിഫൈ ചെയ്ത ബി ടെർമിനൽ പിൻ സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് ആയി മാറുന്നു. സ്റ്റെപ്പ് 10. ഐഡന്റിഫൈ ചെയ്ത സി ടെർമിനൽ പിൻ റണ്ണിംഗ് വൈൻഡിംഗ്. ഓരോ നിർമ്മാതാവിന്റെ കാര്യത്തിലും റെസിസ്റ്റൻസ് വാല്യൂ ചെറുതായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇൻസ്ട്രക്ടർക്ക് കംപ്രസർ മാനുഫാക്ചറർ സ്പെസിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ടാസ്ക് 4. ഒരു കംപ്രസറിൽ ഇൻസുലേഷൻ പരിശോധന. കംപ്രസർ മോട്ടോർ ടെർമിനലുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ വയറുകളും വിച്ഛേദിക്കുക.
ഇതിൽ പവർ സപ്ലൈ വയറുകളും കൺട്രോൾ വയറുകളും മറ്റേതെങ്കിലും കണക്ഷനുകളും ഉൾപ്പെടുന്നു. കംപ്രസർ മോട്ടറിന്റെ ടെർമിനലുകളിലേക്ക് മെഗറിന്റെ ലീഡുകൾ ബന്ധിപ്പിക്കുക. മെഗറിന് സാധാരണയായി 2 ലീഡുകളുണ്ട്. ഒന്ന് പോസിറ്റീവ് ടെർമിനലിനും ഒന്ന് നെഗറ്റീവ് ടെർമിനലിനും. ലീഡുകൾ സുരക്ഷിതമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും അവയ്ക്കിടയിൽ ഷോർട്ട് സർക്യൂട്ടില്ലെന്നും ഉറപ്പാക്കുക. തിരഞ്ഞെടുത്ത ടെസ്റ്റ് വോൾട്ടേജിലേക്ക് മെഗർ സജ്ജമാക്കി ടെസ്റ്റ് ആരംഭിക്കുക. കംപ്രസർ മോട്ടറിന്റെ ഇൻസുലേഷൻ സിസ്റ്റത്തിലേക്ക് മെഗർ ടെസ്റ്റ് വോൾട്ടേജ് പ്രയോഗിക്കുകയും ഇൻസുലേഷൻ പ്രതിരോധം അളക്കുകയും ചെയ്യും. നിർദ്ദിഷ്ട ആവശ്യകതകളെ അനുസരിച്ച് ടെസ്റ്റ് ദൈർഘ്യം വ്യത്യാസപ്പെടാം. എന്നാൽ ഒരു സാധാരണ ദൈർഘ്യം 1 മിനിറ്റാണ്. പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ മെഗറിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇൻസുലേഷൻ റെസിസ്റ്റൻസ് റീഡിംഗ് രേഖപ്പെടുത്തുക. ഈ റീഡിംഗ് ഓംസിലെ ഇൻസുലേഷൻ സിസ്റ്റത്തിന്റെ പ്രതിരോധത്തെ സൂചിപ്പിക്കുന്നു. ഉയർന്ന പ്രതിരോധ മൂല്യം മികച്ച ഇൻസുലേഷൻ സമഗ്രതയെ സൂചിപ്പിക്കുന്നു. ടാസ്ക് 5. ഒരു ഡോർ സ്വിച്ചിന്റെ അവസ്ഥ പരിശോധിക്കുക. സ്റ്റെപ്പ് 1. റെഫ്രിജറേറ്റർ സ്വിച്ച് ഓൺ ചെയ്യുക. സ്റ്റെപ്പ് 2. റെഫ്രിജറേറ്ററിന്റെ ഡോർ തുറന്ന് ക്യാബിനറ്റ് ബൾബിന്റെ അവസ്ഥ പരിശോധിക്കുക. അത് പ്രകാശിക്കണം. സ്റ്റെപ്പ് 3. ഇല്ല എങ്കിൽ ബൾബ് പരിശോധിക്കുക. സ്റ്റെപ്പ് 4. ബൾബ് ഫ്യൂസ് ആയെങ്കിൽ ശരിയായ വാട്ടിന്റെ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിലെ സാധാരണ ആവശ്യത്തിന്റെ ബൾബ് മാറ്റി സ്ഥാപിക്കുക. സ്റ്റെപ്പ് 5. എന്നിട്ടും ബൾബ് പ്രകാശിക്കുന്നില്ല എങ്കിൽ റെഫ്രിജറേറ്റർ സ്വിച്ച് ഓഫ് ചെയ്ത് ഡോർ സ്വിച്ച് നീക്കം ചെയ്ത് വയറുകൾ ഡിസ്കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 6. മൾട്ടിമീറ്റർ കൊണ്ട് സ്വിച്ചിലെ കണ്ടിന്യൂവിറ്റി പരിശോധിക്കുക. അല്ലെങ്കിൽ ടെസ്റ്റ് ലാമ്പ് ഓൺ ഓഫ് പൊസിഷനിലാക്കുക. സ്റ്റെപ്പ് 7. ബൾബ് ഹോൾഡർ വയറുകൾ പരിശോധിക്കുക. സ്റ്റെപ്പ് 8. സ്വിച്ച് തകരാറിലാണെന്ന് കണ്ടാൽ അത് പുനഃസ്ഥാപിച്ച് വയറുകൾ കണക്ട് ചെയ്യുക. ടാസ്ക് 6. ഒരു തെർമോസ്റ്റാറ്റിന്റെ അവസ്ഥ പരിശോധിക്കുക. സ്റ്റെപ്പ് 1. റെഫ്രിജറേറ്റർ സ്വിച്ച് ഓൺ ചെയ്യുക. സ്റ്റെപ്പ് 2. അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ തെർമോസ്റ്റാറ്റ് പരിശോധിക്കുക. സ്റ്റെപ്പ് 3. തെർമോസ്റ്റാറ്റും അതിന്റെ വയറുകളും നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 4. മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ടെസ്റ്റ് ലാമ്പ് കൊണ്ട് ഓഫ് ഓൺ പൊസിഷനിൽ തെർമോസ്റ്റാറ്റ് കണ്ടിന്യൂവിറ്റി പരിശോധിക്കുക. ടാസ്ക് 7. കപ്പാസിറ്റർ പരിശോധിക്കുക. മുന്നറിയിപ്പ്: കപ്പാസിറ്ററിന്റെ ടെർമിനലുകളിൽ വിരലുകൾ വയ്ക്കരുത്. ഇത് ചാർജായി ഒരു ഷോക്ക് നൽകിയേക്കാം. കൈകാര്യം ചെയ്യുന്നതിന് മുൻപ് ഒരു ഇൻസുലേറ്റഡ് വയർ കൊണ്ട് അതിനെ ഷോർട്ട് ചെയ്യുക. സ്റ്റെപ്പ് 1. ടെസ്റ്റിനായി കപ്പാസിറ്റർ നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 2. കപ്പാസിറ്റർ ടെസ്റ്റ് സർക്യൂട്ടിൽ കപ്പാസിറ്റർ കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 3. കാണിച്ചിരിക്കുന്നത് പോലെ സർക്യൂട്ടിൽ ഫ്യൂസ് D പരിശോധിക്കുക. സ്റ്റെപ്പ് 4. സർക്യൂട്ട് പ്ലഗ് E സ്വിച്ച് ഓൺ ചെയ്യുക. സ്റ്റെപ്പ് 5. 1-2 സെക്കൻഡ് നേരത്തേക്ക് ചാർജിംഗ് സ്വിച്ച് B അമർത്തുക. സ്റ്റെപ്പ് 6. സർക്യൂട്ട് പ്ലഗ് E ഓഫ് ചെയ്യുക. സ്റ്റെപ്പ് 7. ബിയിൽ തുറന്നിരിക്കുന്ന സ്വിച്ച് ഷോർട്ടിംഗ് സ്വിച്ച് സിയിൽ സ്പർശിക്കുന്നു. കപ്പാസിറ്റർ നല്ലതാണെങ്കിൽ സ്വിച്ച് സ്പാർക്ക് ചെയ്യും. സ്റ്റെപ്പ് 8. ആദ്യത്തെ തവണ ഇത് സ്പാർക്ക് ചെയ്തില്ലെങ്കിൽ യൂണിറ്റിലേക്ക് കപ്പാസിറ്റർ പുനഃസ്ഥാപിക്കുന്നതിന് മുൻപ് 2-3 തവണ ശ്രമിക്കുക. ശ്രദ്ധിക്കുക, കപ്പാസിറ്റർ നല്ലതാണെങ്കിൽ അത് സ്പാർക്ക് ചെയ്യും. കപ്പാസിറ്റർ ഷോർട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടഡ് ആണെങ്കിൽ കാഴ്ചയിൽ കാണുന്നത് പോലെ ഫ്യൂസ് D ബ്ലോ ആകും. കപ്പാസിറ്റർ ചാർജ് എടുക്കുന്നില്ലെങ്കിൽ അത് സ്പാർക്ക് ആകില്ല. ഇത് ഒരു തുറന്ന സർക്യൂട്ടിനെ സൂചിപ്പിക്കുന്നു. കപ്പാസിറ്റർ ടെസ്റ്ററിന്റെ ടെർമിനലുകളിലേക്ക് കണക്റ്റഡ് ആകുന്നു. മുന്നറിയിപ്പ്: കപ്പാസിറ്റർ പരിശോധിക്കുമ്പോൾ ഒരു സംരക്ഷിത കേസിൽ വയ്ക്കണം. കാരണം ഒരു സർക്യൂട്ടിലിടുമ്പോൾ ഷോർട്ടഡ് കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ചേക്കാം. റീക്യാപ്പ്: ഈ വീഡിയോയിൽ ഒരു റെഫ്രിജറേറ്ററിന്റെ ഇലക്ട്രിക്കൽ ഘടകങ്ങൾ എങ്ങനെ പരിശോധിക്കാമെന്നും മാറ്റി സ്ഥാപിക്കാമെന്നും നമ്മൾ ചർച്ച ചെയ്തു.